ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം. സുഖമായിട്ടിരിക്കുന്നോ? ഇത് 14th ഫെബ്രുവരി ജെയ്സൺ ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗാണ് കേട്ടോ. ഇതെനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മെർലിത്തോ ലോഞ്ചിൽ പോയി. അവിടെ നിന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ ദിവസം. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജെയ്സൺ ചേട്ടൻ്റെ കസിൻസ് വന്നു. അവർ ഹാരോയിലാണ് കേട്ടോ താമസിക്കുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ഇവർ 2 ദിവസത്തേക്കാണ് വന്നത്. പിന്നെ എനിക്ക് തലേ ദിവസം തന്നെ പനിയൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്കെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. ശരിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഒത്തിരി നല്ല മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്തായാലും കിട്ടിയത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു കേക്ക് ഞാൻ സർപ്രൈസായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ജെയ്സൺ ചേട്ടൻ ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ഒരു കേക്കായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ പിള്ളേർക്കും കൊടുത്തു. ഞങ്ങളുമൊക്കെ കേക്കൊക്കെ കഴിച്ചു. ശരിക്കും നല്ലപോലെ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. പിന്നെ ജെയ്സൺ ചേട്ടൻ്റെ ബർത്ത്ഡേ ഇത് വളരെ സ്പെഷ്യലായിട്ട് തന്നെ ആഘോഷിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നല്ലപോലെ ആഘോഷിച്ചു കേട്ടോ. അതിനുശേഷം വീട്ടിലൊക്കെ വിളിച്ചു. നല്ല സന്തോഷമായിട്ട് എല്ലാവരും ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. ഞങ്ങൾ ഈ ദിവസം കുറച്ച് ദിവസം മുന്നേ തൊട്ടേ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ആഘോഷിക്കണമെന്ന്. ഇവർ വരാമെന്ന് ജെയ്സൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ വരാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ഇതെങ്ങനെ വേണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പനിയായി പോയതുകൊണ്ട് അങ്ങനെ അത്ര കറക്റ്റായിട്ടുള്ളൊരു വ്ലോഗും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നല്ലപോലെ തന്നെ ആഘോഷിച്ചു. അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞങ്ങൾ പോയത്. ഗിഫ്റ്റ് ജെയ്സൺ ചേട്ടൻ അവരൊരു ഷൂസാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ അവർക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഗിഫ്റ്റ് ഓരോരുത്തർക്കും ഓരോന്ന്. ശരിക്കും അവർ ഞെട്ടി നിൽക്കുക. കാരണം അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും. പിന്നെ പിള്ളേർക്കൊക്കെ ഡ്രസ്സാണ്. അത് ജാക്കറ്റുകൾ. ഇനിയിപ്പോൾ അങ്ങ് തണുപ്പൊക്കെ വരുവാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ജാക്കറ്റ്. ഇനി തണുപ്പ് കുറഞ്ഞു വരുക. അപ്പോൾ അത് കാരണം ലൈറ്റ് ജാക്കറ്റുകൾ. പിന്നെ അമൃതയ്ക്ക് ഒരു പെർഫ്യൂമാണ് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ എൻ്റെ വക ഗിഫ്റ്റ് ജെയ്സൺ ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. ജെയ്സൺ ചേട്ടന് ഞാനൊരു പെർഫ്യൂം തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ ഇന്ന് വാലൻറ്റൈൻസ് ഡേ കൂടി ആയിരുന്ന കാരണം ജെയ്സൺ ചേട്ടൻ ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. എനിക്കൊരു ഡ്രസ്സും ഒരു ഫ്ലവർ ആണ് എനിക്ക് തന്നത്. പക്ഷേ ശരിക്കും എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നല്ല മൊമെൻറ്റ്സ് കുറേ ഞാൻ മിസ് ചെയ്തു വീഡിയോയുടെ അത്. എന്താണേലും എല്ലാവരും സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം ഞങ്ങൾ പാർക്കിൽ പോയി. അവിടെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. പിന്നെ തണുപ്പൊക്കെ ഇപ്പോൾ പൊതുവെ കുറഞ്ഞു തുടങ്ങിയത് കാരണം കുറച്ചും കൂടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒത്തിരി റൈഡുകളൊക്കെ ഉണ്ട്. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും എല്ലാത്തിലും കയറി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ അതിനകത്തൊന്നും അധികം കയറിയില്ല. പിന്നെ ഹാർലിനെ ഒന്ന് നോക്കണമായിരുന്നല്ലോ. എനിക്ക് വേണമെങ്കിൽ പറ്റുമായിരുന്നു. കാരണം ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിനെ നോക്കാനായിട്ട്. പിന്നെ എനിക്ക് സുഖമില്ലാഞ്ഞുകൊണ്ടും ഇവിടെയാണ് ഞാൻ ഒന്നിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. ഇവരൊക്കെ ശരിക്കും പിള്ളേരുടെ പോലെ തന്നെ ഹാർലിനെ എല്ലാത്തിലും ജെയ്സൺ ചേട്ടൻ കയറ്റുന്നുണ്ട് കേട്ടോ. ഹാർലിനും അതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അവളവിടെ പോയി നിൽക്കും എല്ലാത്തിലും കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട്. അത് കാരണം നല്ലൊരു രസമായിരുന്നു. അവരുടെയൊക്കെ ഗുഡ് മൊമെൻറ്റ്സ്, എൻ്റെയും ഗുഡ് മൊമെൻറ്റ്സ് ഞാനിതൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് ക്യാപ്ചർ ചെയ്തു കേട്ടോ. ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പിന്നെ ഫുട്ബോൾ കളിക്കും. ഞങ്ങൾ ഫുട്ബോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവരതൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാസ്കറ്റ് ബോള്, പിന്നെ ഈ കളിക്കുന്ന ഇതൊക്കെ നല്ല രസമുണ്ട്. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെയുണ്ട് കേട്ടോ. അവിടെ താറാവുകളുണ്ട്, പിന്നെ അരയന്നമുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ കാണാൻ രസമായിരുന്നു. പിന്നെ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം വൈകുന്നേരം ജെയ്സൺ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അവർ സർപ്രൈസ് വിസിറ്റ് നടത്താറുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക്. അത് ശരിക്കും ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ വേണം ശരിക്കും ഫ്രണ്ട്സ്. അതൊരു സന്തോഷമല്ലേ ശരിക്കും. ഒരു ബർത്ത്ഡേ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ഉള്ള ഒരാൾക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അത് മറ്റുള്ളവരും കൂടെ അതിനകത്ത് പങ്കെടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര നല്ലൊരു ദിവസമായിട്ട് മാറും. അത് ശരിക്കും ഇവരിത് കീപ്പ് കണ്ടിന്യൂയിങ് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താണേലും അവർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. കേക്കും പിന്നെ കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള, പിന്നെ ഇവരുടെ മാൻഡേറ്ററി കുപ്പി, അത് പിന്നെ ഇവർക്ക് മറക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ, അതും കൊണ്ടുവന്നു. അങ്ങനെ ഇവർ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനും ഉണ്ട്. നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. കേക്ക് ബോക്സിൽ കേക്ക്സ് ഭയങ്കര നല്ലൊരു കേക്കാണ്. അങ്ങനെ ഒരു കേക്ക് മുറിച്ചു.
ഞങ്ങൾ എല്ലാവരും കൂടെ നന്നായിട്ട് ആഘോഷിക്കുകയാണ്. പിന്നെ ഈ ഹാർലിന് ഞാൻ കേക്കിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവൾ കുറച്ച് വല്ലതൊക്കെ കഴിക്കുള്ളൂ. ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴൊക്കെ ഇൻട്രസ്റ്റ് വരുമായിരിക്കും. ഇപ്പം മധുരത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ അതിനുശേഷം എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഹാർലിൻ്റെ കുറച്ച് മൂമെൻറ്റ്സാണ് ഞാനിവിടെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹാർലിന് മിസ് റേച്ചൽ കണ്ട് കുറച്ച് ഡാൻസ് കാര്യങ്ങൾ, പിന്നെ ഹാർലിൻ്റെ ചേച്ചി ഉണ്ടായിരുന്ന കാരണം ഹാർലിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ കസിൻസിൻ്റെ കൊച്ചുങ്ങളാണ് രണ്ടുപേരും. അവർ കണ്ടായിരുന്നല്ലോ നേരത്തെ. അവർ രണ്ടുപേരും അപ്പും അമാലിയും അവർ രണ്ടുപേരുമാണ് ഇവരുമായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഹാർലിൻ. അങ്ങനെ ഇവർ ഇതെല്ലാം കണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർലിന് ഇവർ പോയി കഴിഞ്ഞപ്പോൾ വലിയ വിഷമമായി കേട്ടോ. കാരണം ഇത്രയും നന്നായിട്ട് എല്ലാവരുമായിട്ടൊക്കെ നിന്നിട്ടേ പാവം. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ ഇവർ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ. ശരിക്കും നല്ലൊരു 2 ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർത്ത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്ത് പോകാമെന്ന്. അങ്ങനെ അമാലിയ ഞങ്ങളുടെ കൂടെയാണ് കാറിൽ കയറിയത്, ഹാർലിൻ്റെ കൂടെ. അപ്പുവിന് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ മറന്നുപോയി. അപ്പുവിനെ കൂടെ ആ കാറിൽ കയറ്റേണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അപ്പു ഞങ്ങളുടെ കാറിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോളിനകത്തൂടെ നടന്ന് ഞങ്ങൾ വെതർ സ്പൂണിലാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഇവിടെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എല്ലാവർക്കും കഴിക്കുമ്പോഴത്തേക്ക്. മെർലിത്ത ലോഞ്ചിൽ നിന്ന് ഞങ്ങൾ 2 പേരും ഹാർലിനും കഴിച്ച് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പൈസയായി. ഇവിടെ ഭയങ്കര നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ് എല്ലാവരും കൂടെയൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ എല്ലാം തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് ശരിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ വന്നു. എല്ലാവരും കൂടെ ഇത് ഓർഡർ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. എന്തൊക്കെയാണ് വേണ്ടത്, എത്രണ്ണം വെച്ച് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാവർക്കും കൂടെ ഇരിക്കാനായിട്ട് ഒരു പ്ലേസ് കിട്ടിയെങ്കിൽ ഇത് ഇച്ചിരി കൺജസ്റ്റഡ് ആയിപ്പോയി. കാരണം എല്ലായിടത്തും തന്നെ ഇവിടെ ഓൾറെഡി അഫോർഡബിളും പിന്നെ കുറച്ച് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന കാരണം ഇവിടെ ഭയങ്കര റഷായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കിട്ടിയത്. എന്നാലും ഹാർലിനെ ഒരു ഹൈ ചെയറും സെറ്റപ്പ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും നല്ലതായിരുന്നു. അങ്ങനെ ഹാർലിന് എനിക്ക് തോന്നുന്നത് ഇത് ക്യാമറയാണെന്ന് നോക്കി എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് അതിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡ് വരാനായിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് അമാലിയ ഹാർലിനെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുമോ, ഹാർലിന് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി. കാരണം ഓൾറെഡി 10:30 ഹാർലിന് വിശക്കുന്നുണ്ടാവും. അങ്ങനെ അപ്പവും പാവവും ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പോഴേക്ക് ഇവർക്കുള്ള ജ്യൂസുകളൊക്കെ വന്നു. പിള്ളേർ 2 പേരും ജ്യൂസൊക്കെ കുടിച്ചു. ഹാർലിന് ഞാൻ കുറച്ച് പാല് കൊടുത്തായിരുന്നു കേട്ടോ. അത് കരുതിയിട്ടുണ്ടായിരുന്നു. ഇത്ര ലേറ്റ് ആയത് കാരണം ഹാർലിന് അതും കഴിച്ചു. പിന്നെ അവൾക്കൊരു വെജ് സോസിൻ്റെ ഒരു പ്ലേറ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അതെല്ലാം വന്നു. എഗ്ഗ്, പിന്നെ അതിനകത്ത് ഹാഷ് ബ്രൗൺ ഉണ്ടായിരുന്നു, ഡബിൾ ഓംലെറ്റ് ആയിരുന്നു. ഡബിൾ ഓംലെറ്റ്, പിന്നെ ടോസ്റ്റ്, ബീൻസ്, ബേക്കൺസ്, അങ്ങനെയുള്ള നല്ല അടിപൊളി ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മഷ്റൂം ഉണ്ടായിരുന്നു, പിന്നെ ടൊമാറ്റോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ. ഹാർലിനൊരു വെജി സോസിൻ്റെ ആയിരുന്നുകൊണ്ട് അവൾക്ക് ഞാൻ അതാണ് കൂടുതലായിട്ട് കൊടുത്തത്. പിന്നെ അവൾ അതും ഹാഷ് ബ്രൗണോ കഴിച്ചത്. പിന്നെ അവളുടെ ഈ എഗ്ഗ് കുറച്ചുകൂടെ കുക്ക് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ഞാനത് കൊടുത്തില്ല. അങ്ങനെ ഒരു എഗ്ഗും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എക്സ്ട്രാ ആർക്ക് വേണം എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചത്. നല്ലൊരു എക്സ്പ്ലോറേഷനായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും ക്ലിയറായിട്ട് വ്ലോഗ് ചെയ്യാത്തതുകൊണ്ട് അത് എന്താണ് എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് എനിക്ക്, കാരണം കുറച്ച് അവിടെ ഇവിടെയൊക്കെയുള്ള സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ലതായിരുന്നു. ഇനി അടുത്ത വ്ലോഗ് ഞാൻ കുറച്ചും കൂടെയൊക്കെ നല്ലതാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ എൻ്റെ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഫുഡും കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തില്ല. ഫുഡൊക്കെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കുക ചെയ്തത്. ഗ്രിൽഡ് വെജീസും ഗ്രിൽഡ് ചിക്കനും ഒക്കെ ആയിരുന്നു ഉണ്ടായത്. അതിനുശേഷം അനോമിയും മൂവിയും കണ്ട് ഞങ്ങളങ്ങനെ ഇരിക്കുവാണ്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകട്ടെ.